ആദ്യമേ നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ. അദ്ദേഹം സീരിയസ് ആയിട്ട് ഇപ്പോൾ 2 ദിവസമായി അല്ലേ. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വന്ന കമൻറ്റുകൾ, അദ്ദേഹം ഓപ്പണായിട്ട് ഞാനൊരു രാഷ്ട്രീയ അനുഭാവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിന് എന്ത് ചോദ്യ ചീത്ത വിളിയാ, നീ ചത്തില്ലടാ, നീ പുഴുത്തു ചാവും, നീ അങ്ങനെ ചാവും, പൂക്കി വന്നപ്പോഴേക്കും നീ ചത്തത് കണ്ടിട്ടോ, നീ എന്ത് ചോദ്യ കമൻറ്റുകളാണെന്നറിയോ എഴുതിയിരിക്കുന്നത്. രാഷ്ട്രീയം ആയതുകൊണ്ടെന്ന് മാത്രമൊന്നും അല്ല കേട്ടോ. അവിടെ ലേഖ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാൻസർ പേഷ്യൻറ്റ് എന്നെ അറിയോ, വീഡിയോ കാണാറുണ്ടോ? അവർ കീമോ ചെയ്തുകൊണ്ടിരിക്കുക, പാവം കേട്ടോ. അതിൻ്റെ താഴെ വന്ന ഒരു സ്ത്രീയാണെന്നാണ് എൻ്റെ ഓർമ്മ എഴുതിയിരിക്കുക. നീ എന്തായാലും മരിക്കാറായി, ഇനി വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, നിന്നെ കണ്ടാൽ അറിയില്ലേ നീ ഉടനെ മരിക്കുന്നു. അപ്പോൾ ഈ പോക്രിത്തരം എഴുതി വെക്കുന്നവർക്കൊന്നും അസുഖം വരില്ലേ? നിങ്ങളൊന്നും മരിക്കില്ലേ? ഈ എന്താ പറയാ, സലീം കുമാർ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കും, നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, അപ്പൊ എല്ലാവരും എൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ തന്നെ സ്നേഹിക്കണം എന്തത്ര നിർബന്ധം? ഒരു കുടുംബത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? എൻ്റെ വീട്ടിലെടുക്കുക, എനിക്കേ ഉള്ളൂ രാഷ്ട്രീയമില്ലാത്തത്. എൻ്റെ ഹസ്ബൻഡ് ഒരു കടുത്ത കോൺഗ്രസ് ആരാധകനാണ്, അവരുടെ കുടുംബപരമായിട്ട് അതാ. എൻ്റെ മൂത്ത മോൻ വലിയൊരു മോദി ഫാനാണ്, എൻ്റെ രണ്ടാമത്തെ മോൻ LDF. അത് പിന്നെ ഫ്രണ്ട്സ് സർക്കിൾ മുഴുവൻ LDF. ഇതൊക്കെ കോമൺ, അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കണം, വേദിയെ ബഹുമാനിക്കണം. ഈ ചോട്ടാ നേതാക്കന്മാർക്ക് ഈ വേണ്ടാത്ത വർത്തമാനമുള്ളൂ. വലിയ നേതാക്കന്മാർക്ക് അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പോയി. അദ്ദേഹം സിനിമാ നടനാണല്ലോ. ഇങ്ങനെയൊക്കെ കമന്റ് എഴുതുന്നതിലും ഭേദം പോയി